അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ നേരം വെളുക്കുക, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, മക്കൾക്ക് കൊടുക്കുക, അതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടൊന്നും. അപ്പോൾ ഇത്തിരി കുഞ്ഞമ്മത്തിട്ട് മീനൊക്കെ നല്ല വിലയാണല്ലേ. അപ്പോൾ ആ കറി വെച്ചു അത്. അപ്പോൾ നമ്മളെ മോളും വെള്ളം വെച്ചോട്ടോ. ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് വെച്ചില്ല, മസാലയൊക്കെ ഇട്ടിട്ട് ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിച്ചിട്ടുള്ളൊരു കറി. അപ്പം എന്താ മുളകും പുളിയൊക്കെ ഒന്ന് വേവണം. അപ്പം ഇന്ന് എങ്ങനെ വെച്ചു. അപ്പോൾ പുറത്ത് കറി വെക്കാനും ബുദ്ധിമുട്ടാണ്, ഈ കാക്കാച്ചികളുള്ളതുകൊണ്ടേ. പിന്നെ അങ്ങനെയല്ല അടുപ്പിൻ്റെ സെറ്റപ്പൊക്കെ. അപ്പോൾ കറി ആദ്യം ഇവിടെ വെച്ചിട്ടോ, അല്ലെങ്കിൽ മീനിരുന്ന് കേട് വരും. ചോറ് പുറത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ മക്കളവിടെ ഭയങ്കര ബഹളാട്ടോ. മോന് പിന്നെ കുറച്ച് പിന്നെ വോയിസ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വോയിസ് കൊടുക്കണ്ടേ വെച്ചിട്ട് പിന്നെ ഇതാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പുറത്തേക്ക് പോന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനും, അപ്പം അതിനും വേണ്ടിയിട്ട്. വോയിസ് ഓവർ കൊടുക്കലൊന്നും നടക്കില്ല മക്കളെ. ഇവിടെ ഭയങ്കര ബഹളമാണ്. മക്കളിലോടത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഒത്തടുപ്പിൽ ചോറിന് തീ കൂട്ടിയിട്ടോ. പിന്നെ അടുപ്പത്ത് വെച്ചാൽ പിന്നെ നോക്കണ്ടേ. അപ്പോൾ ആ കറിയുടെ പണിയോടെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ മക്കളെ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മിനിയാന്നത്തെ വീഡിയോയിൽ, അതായത് 18-ാം തീയതിത്തെ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ട്. ലാസ്റ്റാണ് കമൻറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ കമൻറ്റ് കണ്ടത്. ഇന്നലെ രാത്രി എപ്പോഴാണ് ഇട്ടെന്നുള്ള അറിയില്ല. അപ്പോൾ പേരയിലൊക്കെ യൂട്യൂബ് ചാനലാണല്ലോ, ഇതിൻ്റെ ഇൻകം ഹറാമല്ലേ, വീഡിയോ നിർത്തിക്കാളി, അതാണ് നല്ലത്, ഒരു വാണിങ് പോലെ. അപ്പോൾ മൂപ്പർക്ക് ആ വീഡിയോ അങ്ങോട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ആ കക്ഷിക്ക് അന്നത്തെ ആ വീഡിയോസ് പിടിച്ചിട്ടില്ല. അന്നത്തെ വീഡിയോസിൽ സ്ഥലത്തിൻ്റെ കാര്യങ്ങളും സത്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണല്ലോ. ഞാൻ പ്രതീക്ഷിച്ചതാണ് ഒന്നുകിൽ വീഡിയോ പിടിക്കാത്തൊരു കക്ഷി, അല്ലെങ്കിൽ ഇതിന് മുന്നേ എത്രയോ വീഡിയോ ഇട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഇൻകം ഹറാമാണെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് എനിക്ക് വന്നിട്ടില്ല. സപ്പോർട്ട് ചെയ്യണ കമൻറ്റുകളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഇൻകം ഹറാമാണ്, ഇതിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതൊക്കെ ഹറാമാണ് എങ്കിൽ ഇയാൾ എന്തിനാണത് കാണാൻ വരുന്നത്? അങ്ങനെ ഹറാം വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ യൂട്യൂബിനെ കാണാൻ പാടുള്ളൂ. അതില്ലല്ലോ. അത് നമ്മൾ വീഡിയോ നിർത്തണം, ചെയ്യണ്ട. അപ്പോൾ ഈ കക്ഷിക്ക് ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് എനിക്ക് ജീവിതമാർഗം കൂടിയാണ്. ഒരാളെ കക്കാനും പിടിച്ച് വെറുക്കാനൊന്നും പോകില്ലല്ലോ ഞാൻ. ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണം. ഇപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡൈമേ ലൈഫാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ വീഡിയോ ഇടുക. എപ്പോഴും ഇപ്പോൾ നമ്മൾ പുറത്ത് യാത്രയും ടൂറിസം മേഖലകൾക്കൊന്നും പോകുന്നില്ലല്ലോ. അതൊക്കെ കാശുള്ളവർക്ക് അങ്ങനെയൊക്കെ വീഡിയോ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പം അതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാക്കയുടെ കുട്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പണികളൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കണത് കേട്ടോ. വൈകിട്ടാണ് ബാക്കി വീഡിയോസ് എടുക്കണത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നപ്പോൾ വോയിസൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചിരുന്നു. ഒരു കാക്കച്ച കുട്ടി തെങ്ങിൻ്റെ അടുക്ക മേലെന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണതാണ് തോന്നുന്നു. ഇവിടെ മറ്റേ പുളിയനുറുമ്പൊക്കെ ഉണ്ട്, എൻ്റെ കാലിലൊക്കെ വന്ന് കടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പാവം തോന്നി. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കാക്കകളുള്ള ഏരിയ കേട്ടോ. അതിൻ്റെ ഒരു കഥ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവണം. പാവം അതിൻ്റെ അമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം. ചിലപ്പോൾ മേലെ ഇരുന്ന് നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് കൊടുക്കാനുള്ള ഭക്ഷണം തേടി പോയതായിരിക്കും. അതവിടെ നടക്കുന്നത് കാണാണ്ട് ഇനി കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കി. കുറച്ച് നേരമൊക്കെ നോക്കി നിന്നട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മളെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ മക്കൾ രണ്ടാൾ ഭയങ്കര സ്റ്റണ്ടാ. അപ്പം അതിൻ്റെ കലവിലൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പിന്നീട് വോയിസ് കൊടുക്കുമ്പോൾ പിന്നെ അത്രയും പണിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി വൈകും. അതാണല്ലോ വിഷയം. പിന്നെ എഡിറ്റിങ് ചെയ്ത വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വോയിസ് അതിൽ കേൾക്കില്ല. അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ വീഡിയോ ഇടുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്താണ്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ള കാരണം പിന്നെ ഞാൻ അതൊന്നും ഡിലീറ്റ് ആക്കണില്ല കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് താത്തമാരുണ്ട്, വ്ളോഗർമാർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗേഴ്സ് തന്നെ ഉണ്ട്, യൂട്യൂബ് ചാനൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ ഇവിടെ ആനക്കയത്തൊക്കെ ഉള്ള താത്തണ്ട് വീഡിയോ ചെയ്യുന്ന. അപ്പോൾ ബിസ്മി വ്ളോഗ് ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇഷ്ടമില്ലാത്തവർ കാണണ്ട, ഹറാമുള്ളവർ കാണണ്ട. എനിക്കതേ പറയാനുള്ളൂ. ഹറാമുള്ളവർ ഹറാമായിട്ടിട്ട് ഇരുന്നോട്ടെ. ഇപ്പോൾ ഏതെല്ലാം മേഖലയിൽ ജോലി ചെയ്യണവരുണ്ട്, ഒരാളെ പിടിച്ച് പറിക്കാനും കക്കാനൊന്നല്ലല്ലോ പോണത്. അപ്പോൾ വീഡിയോ നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള ഒരു വാക്യം ഞാൻ മനസ്സിലാക്കി. ആ വീഡിയോ ഇട്ടത് ആ കക്ഷിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ എൻ്റെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. എന്തായാലും വീണ്ടും റിപ്ലൈ കമൻറ്റ് വന്നിട്ടില്ല. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഹറാമാണെങ്കിൽ കക്ഷി കാണണ്ട. എന്തായാലും അടുത്ത വീഡിയോസും കൂടി ചിലപ്പോൾ കാണാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. കാണാത്തതിൻ്റെ കാണണ്ട, ഹറാമുള്ളവർ ഹറാമായിട്ടിരുന്നോടെയും. അപ്പോൾ ഏതെല്ലാം മേഖലയിൽ ജോലി ചെയ്യണ പൈലറ്റ് വരെ ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ആളുകൾ കാണൂലേ, ജനങ്ങൾ കാണൂലേ? തുണി വെച്ചിട്ടൊന്നല്ലല്ലോ വരുന്നത് ഹറാമാവാൻ. എന്നപ്പോൾ അങ്ങനെയാണ് ഈ ഡോക്ടേഴ്സ് പണിയൊക്കെ ഹറാം തന്നെയല്ലേ. എത്രയോ മുസ്ലിങ്ങൾ ഡോക്ടേഴ്സ് ആവുന്നുണ്ട്, നേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ മറ്റുള്ളവരെ കാണല്ലേ. മീഡിയാസിലും ന്യൂസ് ചാനലിലും ന്യൂസ് വായിക്കാനും ഒക്കെ എത്ര മുസ്ലിം യുവതികളുണ്ട്. അപ്പോൾ അങ്ങനെ കച്ചവട ലാഭം ഹറാമല്ലേ. കച്ചവട ലാഭം എടുക്കാൻ പാടില്ല. അത് സംഗതി ഇതൊന്നല്ല. ഈ കക്ഷിക്ക് ആ വീഡിയോ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതാണ് ആ വീഡിയോ നിർത്തണതാണ് നല്ലതെന്ന്. അതെന്താണാവോ? ഈ ഞാൻ വീഡിയോ നിർത്തി തന്നെ ഈ പറഞ്ഞ കക്ഷി എനിക്ക് ചിലവിന് തരുവാണാവോ? എന്നാൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീഡിയോസിൽ
GP നമ്പറും എല്ലാം വെച്ചിട്ടുണ്ട്. എനിക്ക് മാസം മാസം ഒരു തുക അയച്ചു തന്നോട്ടെ, എന്നേ ഞാൻ വീഡിയോ നിർത്താം. കുഴപ്പമില്ലല്ലോ. ഈ കക്ഷി തരികയാണാവോ? ഞാൻ ആളെന്തുദ്ദേശിച്ചാണ് കമൻ്റ് ഇട്ടതെന്ന് വെച്ചാൽ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും നല്ലതിനോ ചീത്തനോ ദീനീപരമായിട്ട് പറഞ്ഞതാണോ എങ്കിൽ ഓക്കെ. പക്ഷേ പറഞ്ഞ സഹോദരനോടൊക്കെ പറയാനുള്ളത്, നമ്മളെന്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖം കാണൂലേ, അപ്പോൾ ഇതിലൂടെ കാണുന്നു എന്ന് മാത്രം. അല്ലാതെ ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഉണ്ട്. വീട്ടിലിരുന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തുടങ്ങിയത് അത് വീട്ടിലിരിക്കണ അമ്മമാർക്കൊരു സഹായമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ.